ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗൂഗിൾ. മക്കളെ, അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നല്ല രണ്ട് കിടിലൻ കോഡുകൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീഡ് ഗുഡ്നെസ്സില് പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന ഭാഗത്തില് നമുക്ക് കുറച്ചധികം എലമെന്റ്സിന്റെ പേരുകൾ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഈ പ്ലാന്റ് ന്യൂട്രിയൻസിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മാക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും. ഈ മാക്രോ ന്യൂട്രിയൻസിലും മൈക്രോ ന്യൂട്രിയൻസിലുമായിട്ട് കുറച്ചധികം എലമെന്റ്സിന്റെ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. വളരെ എളുപ്പത്തില് നമ്മളുടെ അടിപൊളി കോഡിലൂടെ മിസ് അത് പഠിപ്പിച്ചു തരാം. അപ്പൊ ഇതിങ്ങനെ ബൈഹാർട്ട് പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ് അല്ലെ. പേടിക്കണ്ട, നമ്മൾ ഇന്ന് ഇതാ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നമ്മുടെ കോഡുകൾ നമ്മൾ പക്കയാക്കിയിട്ട് നമ്മുടെ എലമെന്റ്സിനെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ പ്ലാന്റ് ന്യൂട്രിയൻസ്? പ്ലാന്റ് ന്യൂട്രിയൻസിൽ തന്നെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്, അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ഒന്ന് സിമ്പിൾ ആയിട്ട് നോക്കിയാലോ. അപ്പൊ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് ദാറ്റ് റിക്വയർഡ് ബൈ പ്ലാന്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. അതായത് പ്ലാന്റ്സിന് വലിയ അളവിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഈ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാക്രോ ന്യൂട്രിയൻസിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ നമുക്ക് നോക്കിയാലോ. അവരാണ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മെഗ്നീഷ്യം ആൻഡ് സൾഫർ. ഇവരിങ്ങനെ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ് അല്ലെ. കുഴപ്പമില്ല, ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, അപ്പൊ ഈ കോഡ് പറയുന്നതിന്റെ മുന്നേ മിസ് ഒരു ചെറിയ കഥ പറയാം. അപ്പൊ നിങ്ങളെ പോലെ അടിപൊളിയായി കിടിലനായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ സുൽഫി എന്ന് പറയുന്നത്. അപ്പൊ സുൽഫി രാത്രി ഇങ്ങനെ മാത്സ് പഠിക്കാനിരിക്കുകയായിരുന്നു. മാത്സ് പഠിക്കാൻ ഇരുന്ന സമയത്ത് എന്തില്ല, സുൽഫിന്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ല. കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 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 എന്താ പറയാ, ഇങ്ങനെ പഠിക്കാൻ വേണ്ടി സെറ്റ് ആയിരിക്കുകയായിരുന്നു. അപ്പൊ കുട്ടീന്റെ കയ്യിൽ എന്തില്ല, കാൽക്കുലേറ്റർ ഇല്ല. അപ്പൊ സുൽഫി എന്ത് ചെയ്തു, ഫോൺ എടുത്തു. രാത്രിയാണല്ലോ, രാത്രി ഫോൺ എടുത്തിട്ട് സുൽഫിന്റെ മാമനെ വിളിച്ചു. മാമനെ വിളിച്ചിട്ട് മാമനോട് പറഞ്ഞു, മാമ പുറത്തുനിന്ന് വരുമ്പോൾ കാൽക്കുലേറ്റർ വാങ്ങണേ. ഇതാണ് നമ്മുടെ കോഡ്. അതായത് സുൽഫി നൈറ്റിൽ ഫോൺ എടുത്ത് മാമനോട് പറഞ്ഞു, പുറത്തുനിന്ന് വരുമ്പോ കാൽക്കുലേറ്റർ കൊണ്ടുവരണേ. കഴിഞ്ഞു, നമ്മൾ നമ്മുടെ എലമെന്റ്സിനെ പഠിച്ചു കഴിഞ്ഞു. നോക്കാം, സുൽഫിയില് എസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സൾഫർ ആണ്. നൈറ്റിലെ എൻ എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ ആണ്. ഫോസ്ഫറസ്, ഫോണിന്റെ അപ്പൊ ഫോസ്ഫറസ് ആണ് ഫോൺ എന്ന് പറയുന്നത്, അതായത് പി. അതുപോലെ തന്നെ എടുത്ത് മാമനോട് പറഞ്ഞു, അവിടെ ഒരു എം വരുന്നില്ലേ, അതാണ് നമ്മുടെ മെഗ്നീഷ്യം. ആൻഡ് പുറത്തുനിന്ന് വരുമ്പോൾ ഫോർ പൊട്ടാസ്യം ആൻഡ് വരുമ്പോൾ കാൽക്കുലേറ്റർ കൊണ്ടുവരണേ, CA ഫോർ കാൽഷ്യം. കഴിഞ്ഞു, സിമ്പിൾ ആണ്. സുൽഫി നൈറ്റിൽ ഫോൺ എടുത്ത് മാമനോട് പറഞ്ഞു, പുറത്തുനിന്ന് വരുമ്പോ കാൽക്കുലേറ്റർ കൊണ്ടുവരണേ. സിമ്പിൾ അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ മാക്രോ ന്യൂട്രിയൻസിനെ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനി ഒരാളും കൂടെ വരാനുണ്ട്, അതാണ് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ്. അപ്പൊ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളതാണ്. അപ്പൊ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലാന്റ്സിന് വളരെ ചെറിയ അളവിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ കുറച്ച് അധികം എലമെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ബോറോൺ, കോപ്പർ, സിങ്ക്, മാംഗനീസ്, അയേൺ, മോളിബ്ഡിനം, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഇത്രയും ആൾക്കാരെ കാണാതെ പഠിക്കുക എന്നുള്ളത് വെരി 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 ഡിഫിക്കൽട്ട് അല്ലെ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇതിനും മിസ്സിന്റെ കയ്യിൽ എന്തുണ്ട്? മിസ്സിന്റെ കയ്യിൽ ഒരു കഥയുണ്ട്. ഓക്കെ, അപ്പം ഒരു ദിവസം നമ്മുടെ അയൺമാനും അയൺമാന്റെ മോളുമാണ് ഇവിടുത്തെ ഹീറോ. അയൺമാൻ എന്ത് ചെയ്തു? അയൺമാൻ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അയൺമാന്റെ മോളുടെ പേരാണ് സിങ്ക. ഓക്കെ, അയൺമാന്റെ മോളുടെ പേരാണ് സിങ്ക. അപ്പൊ ഈ അയൺമാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ മോളുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, അയൺമാൻ, നിങ്ങളുടെ കുട്ടി ക്ലാസ്സിൽ കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അയൺമാൻ വൈകുന്നേരം മോള് സ്കൂൾ വിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ മോള് സ്കൂളിൽ നിന്ന് വന്നു. അപ്പൊ അയൺമാൻ മോളോട് ചോദിച്ചു. അപ്പൊ അയൺമാന്റെ മോൾ ഇങ്ങനെ സ്കൂൾ ബാഗ് ഒക്കെ ഇട്ട് ഇങ്ങനെ വീടിന്റെ അകത്തേക്ക് കയറി വരികയായിരുന്നു. അപ്പൊ അയൺമാൻ പറഞ്ഞു, നിക്ക് സിങ്ക. അയൺമാൻ മോളോട് ചോദിച്ചു, നിക്ക് സിങ്ക, ക്ലാസ്സിൽ കോപ്പി അടിക്കുന്നത് ബോറല്ലേ? കഴിഞ്ഞു, സിമ്പിൾ അല്ലേ? ഇതാണ് നമ്മുടെ കോഡ്. അയൺമാൻ മോളോട് ചോദിച്ചു, നിക്ക് സിങ്ക, ക്ലാസ്സിൽ പോയി കോപ്പി അടിക്കുന്നത് ബോറല്ലേ? നീ എന്താണ് ഈ ചെയ്യുന്നത്? ഓക്കെ, അപ്പം അയൺമാനിലൂടെ നമുക്ക് എന്ത്? അയൺ മാൻ, മാനിന്റെ MA വെച്ചിട്ട് മാംഗനീസ്,
മോളിബ്ഡിനം മോളോട് MO മോളിബ്ഡിനം. ആൻഡ് നിക്ക് സിങ്ക നിക്ക് NI for നിക്കൽ, സിങ്ക സിങ്ക്, Cl for ക്ലോറിൻ, Cu ആണ് C for കോപ്പർ. അതായത് മിസ് സൈഡിൽ റെഡ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിക്കുന്നത് ബോറല്ലേ, B for ബോറോൺ. പഠിച്ചു കഴിഞ്ഞു അല്ലെ? നമ്മുടെ ഇത്രയും കട്ടി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇത്രയും അധികം എലമെന്റ്സിനെ നമ്മൾ വെറുതെ ബൈഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് 2 കിടിലൻ കോഡിലൂടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഓക്കെ, അപ്പൊ എന്റെ മക്കൾക്ക് പ്ലാന്റ് ന്യൂട്രിയൻസിലെ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസിലെ എലമെന്റ് ഇപ്പൊ സെറ്റ് ആയില്ലേ? ഇതുപോലത്തെ നല്ല അടിപൊളി രസകരമായിട്ടുള്ള കോഡുകളുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പൊ എന്ത് ചെയ്യാ, ഇന്ന് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ.